എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ അന്ധനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുത്തതിന് ശേഷം അവനുമായി നടത്തുന്ന സംഭാഷണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോ ഈ അന്ധനായിരുന്ന ഈ മനുഷ്യനോട്, അതായത് ഇപ്പോൾ കാണുന്ന ഈ മനുഷ്യനോട് ഈശോ ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുകയാണ്, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണെന്ന് ചോദിക്കുകയാണ്. ഈശോ പറയുകയാണ്, നീ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ എന്ന് പറയുന്നു. ഇയാൾ പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപനം ചെയ്യുകയാണ്. സ്നേഹമുള്ളവർ, ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ അതിന് പിന്നിലുള്ള ഈശോയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈശോ ഇയാളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നു, ഇയാൾക്ക് കാഴ്ച വീണ്ടും കൊടുക്കുന്നു. എന്നിട്ട് ഇയാളോട് ചോദിക്കുകയാണ്, നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് ഈശോ അവനില് ഒരു അത്ഭുതം പ്രവർത്തിച്ചതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈശോയിൽ വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടും ദൈവത്തിലുള്ള വിശ്വാസം കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ വിശ്വാസ ജീവിതത്തിനെ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.